ഫൗണ്ടേഷൻ മെഡിക്കൽ നോളജ് വളരെ നന്നായിട്ട് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനിലുണ്ട്. ടെക്നിക്കൽ ആസ്പെക്ട്സ് അവിടെ കൂടുതലുണ്ട്. പക്ഷേ ഈ ക്യാൻസർ ചികിത്സ ഇത്രയധികം പുരോഗതി പ്രാപിച്ച സ്ഥിതിക്ക് നമ്മൾ ക്യാൻസറിനെ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമുണ്ട്? ഇല്ല എന്നാണ് ഒരു ഒറ്റ വാക്കിലുള്ള ഉത്തരം. കാരണം പല ക്യാൻസറുകളും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ യഥാസമയം ചികിത്സ കൊടുത്താൽ പരിപൂർണമായിട്ട് മാറ്റാൻ ക്യൂർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴും ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് സെൻറ്റൻസ് ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പലരും സമയത്ത് ചികിത്സ നേടാൻ പേടിക്കുന്നത്. അത് അഭ്യസ്ത വിദ്യയിൽ പോലും അങ്ങനെ തന്നെയാണ്. പ്രയോജനപ്പെടാത്ത കാര്യം നമ്മൾക്ക് പണത്തിന് വേണ്ടി കയറ്റി അയക്കുന്ന മരുന്നുകൾ നമുക്കും അതുപോലെ ലഭ്യമാണ്. കാരണം ഇത് നമുക്ക് ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടല്ല, മരുന്നുകൾ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, നമുക്കതിൻ്റെ ലഭ്യത എല്ലാവർക്കും ഒരുപോലെ ആക്കാൻ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സ. കാരണം ക്യാൻസർ ഈസ് ദ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് അല്ലേ. നമസ്കാരം. മാന്യമായ വേതനമുള്ള ജോലി, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, നല്ല ആരോഗ്യ സംരക്ഷണ സംവിധാനം, സുരക്ഷ എന്നിവയ്ക്കുള്ള അവസരങ്ങളുണ്ടെങ്കിൽ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം 0 താഴുമെന്ന് എനിക്കുറപ്പാണ്. പറഞ്ഞിരിക്കുന്നത് എൽ സാൽവദോറിൻ്റെ പ്രസിഡന്റും വ്യവസായിയുമായ നയീബ് ബുക്കേലെയാണ്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന സവിശേഷമായ ഒരു പ്രതിസന്ധിയാണ് അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കുടിയേറ്റം. ഈ കുടിയേറ്റത്തിനായി ശ്രമിക്കുന്ന ഏത് മലയാളിയോട് നമ്മൾ ചോദിച്ചാലും അവർ പറയുന്നത് ബുക്കേല പറഞ്ഞ പല സൗകര്യങ്ങളും ഇവിടെ ഇല്ല എന്നതാണ്. എന്നാൽ അമേരിക്ക പോലൊരു വികസിത രാജ്യം നൽകുന്ന എല്ലാ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ സേവനവും വൈദഗ്ധ്യവും ഒക്കെ കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വന്ന ഒരു മലയാളിയാണ് ഇന്ന് വാല്യൂ പ്ലസിൻ്റെ അതിഥി. ഓങ്കോളജിസ്റ്റും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രമുഖ വ്യക്തിത്വവുമായ ഡോക്ടർ സാറ യേശു. ഡോക്ടർ, വെൽക്കം ടു വാല്യൂ പ്ലസ്. താങ്ക് യു. ഡോക്ടർ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ കേരളം നേരിടുന്ന ഒരു സവിശേഷമായ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് പുറം രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ പേര്, നമ്മളിപ്പോൾ ഒരു മാളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശങ്ങളിലേക്ക് പോകാൻ പെട്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു 10-ലേറെ പേരെ നമുക്കൊരു ദിവസം കാണാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളം പേരാണ് ഓരോ വർഷവും പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 1980-കളിൽ കേരളത്തിൽ നിന്ന് പോയ ഡോക്ടർ തിരികെ വന്നിരിക്കുന്നു. ഒരു റിവേഴ്സ് മൈഗ്രേഷൻ. എന്താണ് അതിന് കാരണം? ഞാൻ 1986 പോകുന്ന സമയത്ത് എനിക്ക് അമേരിക്കയ്ക്ക് പോയേ തീരൂ എന്നൊരു അവസ്ഥയിൽ പോയതല്ല. ആ നാടിനോടായിരുന്നു എനിക്ക് എന്നും ഇഷ്ടം. 37 വർഷം അവിടെ താമസിച്ചു. അപ്പോൾ ഇപ്പോൾ എനിക്ക് നാട്ടിൽ വന്ന് കുറച്ച് നാൾ ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത് നേരത്തെ തന്നെ ഉള്ളിലുള്ളൊരാഗ്രഹമായിരുന്നു. നാട്ടിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യണമെന്നൊരാഗ്രഹം ഇവിടുന്ന് പോയ കാലം മുതലേ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തിരിച്ചു വന്നത്. അവിടെ ഞാനൊരു 30 വർഷത്തോളം ഓങ്കോളജി മേഖലയിൽ ജോലി ചെയ്തു. ഞാനിവിടുന്ന് 85 മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ അന്ന് നമ്മുടെ 4 മെഡിക്കൽ കോളേജുകളെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലെല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ. ഞങ്ങളുടെ ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല, 400 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഡോക്ടർമാർ, അവിടെ പഠിച്ചവർക്ക് ഒരു വർഷം അന്നത്തെ കാലത്ത് ഒരു $50,000 അവർക്ക് ചിലവാകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ ഈ ഭീമമായ തുക തിരിച്ചടയ്ക്കാനുള്ള, അതെല്ലാം വായ്പയായിട്ട് എടുക്കുന്നതാണ്, തിരിച്ചടയ്ക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു അവർ. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സമൂഹം നമ്മളെ ഒരു ഡോക്ടറാക്കി എടുക്കുവാൻ വേണ്ടി വളരെയധികം എഫേർട്ട് അല്ലെങ്കിൽ പൈസ അവരുടെ ഭാഗത്തുനിന്ന് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട് അല്ലെങ്കിൽ അതിന് സാമ്യമായൊരു തുക വേണ്ടി വന്നിരുന്നെങ്കിൽ ഒരു ഇടത്തരക്കാരിയായി എനിക്ക് ഒരിക്കലും ഒരു ഡോക്ടർ ആവാൻ പറ്റില്ലായിരുന്നു. അപ്പം എന്നെപ്പോലെ ഒരാളെ ഈ പ്രൊഫഷണൽ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ സഹായിച്ച നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും കുറച്ച് നാളെങ്കിലും ഈ നാട്ടിൽ ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ നാടെനിക്ക് ഇഷ്ടമാണ്. അപ്പം നാട്ടിൽ ജോലി ചെയ്യാനുള്ള അവസരം ഇനിയും കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ഇത്രയും നാളുള്ള എൻ്റെ ആ ഒരു പരിചയം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെയുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു.
ഡോക്ടർ, ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ ഒരു പ്രശ്നം ചോദിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയധികം കുട്ടികൾ പോകുന്നു, ഓരോ ബ്രെയിനുമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്നത്. ഈ പറയുന്ന പോലെ ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ തുകയ്ക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണ് പലപ്പോഴും പുറത്തു പോയി ജോലിക്ക് വേണ്ടി, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ന് അവർ പറയുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോട് പറഞ്ഞ ഒരു കാര്യം, ഈ പോകുന്ന എല്ലാ ആൾക്കാരും തിരികെ വരുമെന്നാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് നമ്മളുടെ മലയാളികൾ അവരുടെ ഒരു വൈദഗ്ധ്യം കുറച്ചുനാൾ കഴിഞ്ഞെങ്കിലും കേരളത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർ തിരികെ വരുമോ? അത് അവർ ഏത് കൺട്രിയിലേക്കാണ് പോയതെന്ന് ആശ്രയിച്ചിരിക്കും. അമേരിക്കയിൽ പോയി ഒരു സെറ്റിൽ ചെയ്തിട്ടുള്ളവർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ തിരിച്ചു വരാറുള്ളൂ. അതേസമയം മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ, ഗൾഫ് കൺട്രീസിൽ പോകുന്നവരിൽ ഒരു നല്ല ഭാഗം അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ അതിൻ്റെ കാരണം ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളായിരിക്കാം. അമേരിക്കയിലെ ഒരു നല്ല രീതിയിൽ ജോലി ചെയ്ത് കുറേ വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്തു, അവിടെ വീടായി, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വലിയൊരു ആഗ്രഹം കാണാൻ സാധ്യത കുറവാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നിന്നും ചില യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ആൾക്കാർ തിരിച്ചു വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നാടിനോട് എന്തുമാത്രം ഒരു ആഭിമുഖ്യം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്നത് ഒരു ഘടകമാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് ഈ പറയുന്നത് പോലെ ഒരു വർഷം 400 രൂപ മാത്രം ഇവിടെ വിദ്യാഭ്യാസ ചെലവ്. അതേസമയം നമ്മൾ അമേരിക്കയിലെ മെഡിക്കൽ വിദ്യാഭ്യാസം കമ്പയർ ചെയ്യുകയാണെങ്കിൽ വർഷം $50,000, അത്രയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഈ പറയുന്ന മെഡിക്കൽ വിദ്യാഭ്യാസം, കേരളത്തിൽ നിന്ന് ഡോക്ടറിന് ലഭിച്ച ആ മെഡിക്കൽ വിദ്യാഭ്യാസം അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ എങ്ങനെയാണ്? ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് പല രാജ്യത്ത് പഠിച്ചവരും അമേരിക്കയിൽ പഠിച്ചവരും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായി റെസിഡൻസി ചെയ്യുന്ന സമയത്ത് അവരോടെല്ലാം കിടപിടിക്കുന്ന ഒരു മെഡിക്കൽ നോളജിൻ്റെ ഒരു ഫൗണ്ടേഷൻ എനിക്കുണ്ടായിരുന്നു. നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനോട് കിടപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സ്, അവരുടെ അന്നത്തെ ക്ലാസ്സുകളും ലെക്ചേഴ്സും എത്ര വിശദമായിട്ട്, എത്ര മനോഹരമായിട്ടാണ് അവർ ഞങ്ങളെ പഠിപ്പിച്ചതെന്ന്. സോ ഒരു ഫൗണ്ടേഷൻ മെഡിക്കൽ നോളജ് വളരെ നന്നായിട്ട് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനിലുണ്ട്. ടെക്നിക്കൽ ആസ്പെക്ട്സ് അവിടെ കൂടുതലുണ്ട്. ഇപ്പം അവിടെ ആദ്യം ചെന്ന സമയത്ത് ചില ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ കണ്ടിട്ട് പോയില്ല, കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു രോഗി വന്നാൽ അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരെ പരിശോധിച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാനും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കാനുമൊക്കെ ഇന്ത്യൻ ഡോക്ടർമാർക്കുള്ള അത്രയും കഴിവ്, അല്ലെങ്കിൽ മറ്റുള്ള ഡോക്ടർമാർക്കുള്ള അത്രയോ അല്ലാതെ അതിലുപരിയോ കഴിവ് ഇന്ത്യൻ ഡോക്ടർമാർക്കുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ. അതെ. അപ്പം നമ്മളുടെ ഒരു ഡോക്ടർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്? ഇപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ചില ആശങ്കകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പഠിച്ചിട്ട് പോയ ഒരു ഡോക്ടർ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരി എന്ന നിലയിൽ അത് കുറച്ച് നിലവാരം കുറവ്, ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ ചെന്നത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോറിനറായിട്ട് അവിടെ ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ട് കൊക്കേഷൻസ് മാത്രമുള്ള സ്ഥലങ്ങളിൽ നമ്മളെ ഒരു കറുത്ത വർഗ്ഗക്കാരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന അവസ്ഥ വരാറുണ്ട്. പക്ഷേ വൺസ് നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ, നമ്മളെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ രോഗികൾ പലരും പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യക്കാർ ഡോക്ടർമാരെയാണ്. കാരണം നമ്മുടെ അപ്രോച്ച് വ്യത്യാസമായിരിക്കും. പലപ്പോഴും ഒരു ജനറൽ ആസ്പെക്ട് നോക്കിയാൽ ഇന്ത്യക്കാർ ഡോക്ടർമാർക്ക് വളരെ റെസ്പെക്റ്റാണ് നമുക്ക് അമേരിക്കൻ രാജ്യങ്ങളിൽ കിട്ടാറുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ പലപ്പോഴും ഒരു ഡോക്ടർ രോഗി ബന്ധം എന്ന് പറയുന്നത് ചികിത്സയിൽ വലിയൊരു ഘടകമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ കേസിലൊക്കെയാണ് ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോവില്ല. അപ്പോൾ പലപ്പോഴും എമ്പതി അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ സൂക്ഷിക്കേണ്ട ഒരു ഗുണമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ പല ഹോസ്പിറ്റലുകളിലും പലപ്പോഴും പേഷ്യൻസ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് നമുക്കറിയാം ഒരു ജീവൻ്റെ കേസാണ്, അപ്പോൾ പെട്ടെന്ന് അവർ വയലൻ്റ് ആകുന്ന ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഡോക്ടറും രോഗിയും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് അത്രയും വാംത്തുണ്ടെങ്കിൽ കുറച്ചുകൂടി ചികിത്സ മെച്ചപ്പെടും എന്നൊരു അഭിപ്രായമുണ്ടോ? അത് തീർച്ചയായിട്ടും. നമുക്ക് ഈ വയലൻസ് സിറ്റുവേഷനിലേക്ക് രോഗി പോകുന്നതിന് മുൻപ് ഈ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എങ്ങനെയാണോ ആ രോഗിയോടും കുടുംബത്തോടും ഇടപെട്ടതെന്നുള്ളൊരു വലിയ ഘടകമാണ്. നമുക്ക് ഓഫ് കോഴ്സ് എക്സെപ്ഷൻസ് ഉണ്ട്, കാരണം സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കാം. പക്ഷേ പൊതുവെ നമ്മൾക്ക് ഒരു രോഗിയെ, പ്രത്യേകിച്ചും ഓങ്കോളജിയിൽ, ഒരു രോഗിയുടെ ഡയഗ്നോസിസ് മുതൽ അവരുടെ ചികിത്സയുടെ എല്ലാ ഘട്ടങ്ങളിലും അവരോട് ആ ചികിത്സയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചും ആ രോഗത്തെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് സംസാരിച്ച് അവർ എന്താണോ അവർക്ക് ആവശ്യമെന്ന് നമ്മൾ അറിഞ്ഞിട്ട് ആ രീതിയിൽ മുൻപോട്ട് പോകുന്ന ഡോക്ടർമാർക്ക് പലപ്പോഴും ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക്
പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ പലപ്പോഴും എക്സെപ്ഷനസ് ആവും. ബിക്കോസ് ഒരു എമർജൻസി ആയിട്ട് ചെന്നിട്ട് അവർ ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വരുമ്പോൾ ഫാമിലി വയലൻ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അതൊക്കെ ഒരു കുറച്ചുകൂടെ ഒരു തീവ്രതയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്, അല്ലേ? അതെ ഡോക്ടർ, ഈ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് നമ്മളൊരു പേഷ്യൻറ്റിനോട് പറയുമ്പോൾ പലപ്പോഴും അതൊരു മരണത്തിൻ്റെ പര്യായം, ക്യാൻസർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു എന്നൊരു രീതിയാണ് എല്ലാവർക്കും ഉള്ളത്. അത്രയ്ക്ക് ഭീകരമായ ഒരവസ്ഥ അത് മാറി വരുന്നുണ്ട്. പക്ഷേ ഈ ക്യാൻസർ ചികിത്സ ഇത്രയധികം പുരോഗതി പ്രാപിച്ച സ്ഥിതിക്ക് നമ്മൾ ക്യാൻസറിനെ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമുണ്ട്? ഇല്ല എന്നാണ് ഒരു ഒറ്റ വാക്കിലുള്ള ഉത്തരം. കാരണം പല ക്യാൻസറുകളും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ യഥാസമയം ചികിത്സ കൊടുത്താൽ പരിപൂർണമായിട്ട് മാറ്റാൻ, ക്യൂർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴും ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് സെൻറ്റൻസ് ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പലരും സമയത്ത് ചികിത്സ നേടാൻ പേടിക്കുന്നത്. അത് അഭ്യസ്ത വിദ്യയിൽ പോലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സ്ക്രീനിങ് മാമോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണ്. അത് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അതൊരു ഹെൽത്ത് കെയറിൻ്റെ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് അത് അങ്ങനെ സ്ക്രീൻ ചെയ്തിട്ട് എന്തിനാ വല്ലതും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നത് എന്ന് വിചാരിക്കുന്നവരാണ് ഒരു ഭൂരിഭാഗം ആൾക്കാരും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും കണ്ടാൽ പോലും അത് മാറിക്കോളും എന്നൊരു ഡിനയൽ സ്റ്റേജിൽ വന്നിട്ട് ചികിത്സ നേടാൻ താമസിക്കുന്നവരും ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ടുള്ള പ്രശ്നം ഇത് മാറാൻ പോകുന്നില്ല, ഇത് വലുതാവുകയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് യഥാസമയം ചികിത്സ ചെയ്തില്ലെങ്കിൽ ശരിയായിട്ടുള്ള ചികിത്സ കിട്ടുന്നില്ല. അപ്പം ട്രീറ്റ്മെൻറ്റ് വൈകും തോറും ക്യൂർ ചെയ്യാനുള്ള സാധ്യതയും കുറയും. അപ്പം പക്ഷേ ഒരു അവയർനെസ് ഒക്കെ ബോധവൽക്കരണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ആൾക്കാർ ഇതിനെക്കുറിച്ച് മുൻപോട്ട് വരുന്നുണ്ട്. എങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പരിശോധിച്ച് നോക്കാമോ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ കൂടുതലുണ്ട്. എന്നാലും ഈ ഡെത്ത് സെൻറ്റൻസ് ഉള്ള ആ ഒരു അല്ലെങ്കിൽ ഒരു മരണ വാറണ്ട് എന്നുള്ള ആ ഒരു ഭീതി മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ക്യാൻസർ ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ഡൈ ഫ്രം, ബട്ട് ഈസ് എ ഡിസീസ് ദാറ്റ് യു ലിവ് വിത്ത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ ക്യാൻസർ വന്നിട്ടുണ്ട്. കാരണം ചികിത്സ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ, കേരളത്തിലെ ഒരു സാമൂഹിക സാഹചര്യം ഡോക്ടറിന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ചിലർ ജോലിയും കൂടെ ഉള്ളതായിരിക്കും, അപ്പോൾ ചിലർ ഓവർലോഡഡ് ആയിരിക്കും. അപ്പോൾ ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പം പൊതുവെ നമ്മുടെ അമ്മമാരുടെ ഒരു മനോഭാവം, എൻ്റെ കാര്യം എനിക്കൊരു ചെറിയ വേദന വന്നു, അല്ലെങ്കിൽ റെഗുലറായിട്ട് എനിക്ക് ഇന്ന ഒരു മാറ്റമുണ്ട്, അത് പിന്നെ നമുക്ക് നോക്കാം എന്ന് വെച്ചാൽ ആ രീതിയിൽ ഇതങ്ങ് മാറ്റി വെച്ച് അതൊരു ത്യാഗം എന്ന രീതിയിൽ കാണുന്ന പലരുമുണ്ട്. പക്ഷേ ഈ ത്യാഗം പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ, ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ആ കുടുംബത്തിന് താങ്ങാനാകാത്ത ചികിത്സാഭാരത്തിലേക്കും വലിയ ട്രോമയിലേക്കും ഒക്കെ ആ കുടുംബം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിൽ വരുന്ന എന്ത് മാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയുള്ള മാറ്റങ്ങളിലാണ് നമ്മൾ ഡോക്ടറിനെ പെട്ടെന്ന് കാണേണ്ടത്? നമുക്ക് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും മുൻപില്ലാതിരുന്ന ഒരു മുഴ പെട്ടെന്ന് വലുതാവുന്നു. അത് കണ്ടാൽ നമ്മൾ ഉടനെ തന്നെ ചികിത്സ നേടണം. ഈ ക്യാൻസറുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ ബ്രസ്റ്റിൽ നമുക്ക് പുതുതായി എന്തെങ്കിലും തടിപ്പോ ബ്ലഡ് നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും കണ്ടാൽ അത് ഉടനെ തന്നെ ഡോക്ടർമാരെ കാണിച്ച് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതുകൂടാതെ അകാരണമായിട്ട് വെയിറ്റ് കുറയുക, പിന്നെ ശ്വാസകോശത്തിലെ ക്യാൻസർ ആണെങ്കിൽ വിട്ടുമാറാത്ത ചുമ, പിന്നെ ബോഡി പെയിൻസ്, ബോൺസിന് എന്തെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ ബോഡി പെയിൻ, അങ്ങനെയുള്ള എന്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള സിംറ്റം ആണെങ്കിലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലാ മുഴകളും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണണമെന്നില്ല. അതുപോലെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റൊന്നാണ് വൻകുടലിലെ ക്യാൻസർ. അപ്പം വയറ്റിൽ നിന്ന് നമുക്ക് ഈ ബവൽ മൂവ്മെൻറ്റ്സ് എപ്പോഴെങ്കിലും അബ്നോർമൽ ആകുകയാണ്, അല്ലെങ്കിൽ രക്തം പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഒരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ട് കൊളനോസ്കോപ്പി ചെയ്ത് നോക്കി വൻകുടലിൽ വരുന്ന ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബോഡി നമ്മൾ തന്നെ ബോഡിയെക്കുറിച്ച് അവെയർ ആകുക. എന്ത് മാറ്റം നമ്മുടെ ശരീരത്തിൽ വന്നാലും അതിന് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാനും ശ്രമിക്കുക. അതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ കേരളത്തിലെ ഏത് സാധാരണക്കാരനോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് അറിയില്ലെങ്കിലും മയോ ക്ലിനിക് എന്താണെന്ന് അറിയാം. കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ വലിയ ബിസിനസ്സുകാരും ഒക്കെ ക്യാൻസർ സംബന്ധമായ ചികിത്സയ്ക്ക് പോകുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ. അപ്പോൾ ഈ മയോ ക്ലിനിക്കിലേക്കുള്ള ഈ യാത്രകളൊക്കെ പലപ്പോഴും അവശേഷിപ്പിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിലെ അർബുദ ചികിത്സാ രംഗം അത്രയ്ക്ക് വികസിതമല്ലേ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്, ഇവിടത്തേതിനേക്കാളിൽ മെച്ചപ്പെട്ട എന്ത് ചികിത്സയാണ് അവിടെ ലഭിക്കുന്നത്? ഞാൻ
കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ ക്യാൻസർ ചികിത്സയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ അവധിക്ക് വരുന്ന സമയത്തൊക്കെ പലരും കൺസൾട്ടേഷന് വരും. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളെക്കുറിച്ച്, ഇവിടെയുള്ള ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. അമേരിക്കയിൽ കിട്ടുന്ന ഒട്ടുമിക്കവാറും എല്ലാ മരുന്നുകളും ഇവിടെ ലഭ്യമാണ്, ചികിത്സാ രീതികളും ലഭ്യമാണ്. നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷന് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ചികിത്സാ രീതികളെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററുകൾ ഇവിടെ ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും റേഡിയേഷനുള്ള ചില ടെക്നിക്സ് അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഇവിടെയുള്ളതിനേക്കാളും കുറച്ചുകൂടി വികസിച്ച് ഒന്ന് കാണും. എന്നാൽ അതുപോലും ഇപ്പോഴും ഇവിടെ പല വലിയ സെൻ്ററുകളും ലഭ്യമാണ്. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ അമേരിക്കയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകണം എന്നുള്ളതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ഉള്ളതല്ലാതെ അതുകൊണ്ട് മാത്രമേ രോഗം കുറയൂ എന്ന് വിശ്വസിക്കുന്ന ആ രീതി മാറേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ എല്ലാ മരുന്നുകളും അവൈലബിൾ ആണ്, മിക്കവാറും എല്ലാ മരുന്നുകളും അവൈലബിൾ ആണ്. അഥവാ ഒരു പുതിയ കണ്ടുപിടുത്തത്തോടെ ഏതെങ്കിലും ഒരു ക്യാൻസറിന് ഇന്ന മരുന്നാണ് പുതിയത് എന്നൊരു ഗവേഷണത്തിൻ്റെ റിസൾട്ട് പുറത്തു വന്നാൽ അവിടെ അത് അപ്രൂവ് ചെയ്ത് ഏതാനും മാസങ്ങൾക്കകം തന്നെ അതിവിടെയും ലഭ്യമാവും. പിന്നെ മറ്റൊന്ന് കോസ്റ്റാണ്. പക്ഷെ അതിപ്പോൾ വിദേശ രാജ്യത്ത് പോകുന്നവർക്ക് ആ കോസ്റ്റ് അതിനേക്കാളും കൂടുതലാണല്ലോ. അപ്പോൾ ആ ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോകുന്നത് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് പോകുന്നു എന്നല്ലാതെ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, അതുപോലെ തന്നെ ഈ ക്യാൻസർ ചികിത്സയിൽ മരുന്നുകളുടെ വില എന്ന് പറയുന്നത് പലപ്പോഴും ഈ രോഗിയെ ഒരുപാട് ബാധിക്കുന്ന, രോഗിയെയും കുടുംബത്തെയും ഒരുപാട് ബാധിക്കുന്ന, അവർ അന്ന് വരെ സേവ് ചെയ്ത എല്ലാം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. പക്ഷേ ഇത്രയധികം ഗവേഷണങ്ങൾ മരുന്ന് നിർമ്മാണ മേഖലയിൽ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ക്യാൻസർ മരുന്നുകൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. പക്ഷേ ഇത് ഇവിടുന്ന് പോയി അത് വീണ്ടും തിരിച്ചു വന്ന് ഉപയോഗിക്കുമ്പോഴാണ് അതിന് വില കൂടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ആ വില കൂടുന്നത് മാറ്റി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും താങ്ങാവുന്ന രീതിയിൽ നമുക്ക് ഈ മരുന്നുകൾ കിട്ടാൻ അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? അതിന് സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ടോ? ഈ രണ്ട് രീതിയിലാണ് ക്യാൻസർ ചികിത്സ എക്സ്പെൻസീവ് ആകുന്നത്. ഒന്ന് പ്രധാനമായിട്ടും മരുന്നുകളുടെ വിലയാണ്. അപ്പം പുതിയ മരുന്നുകൾ വരും തോറും, പുതിയ ഗവേഷണങ്ങൾ വന്ന് പുതിയ മരുന്നുകൾ അപ്രൂവ് ചെയ്യും തോറും ആ പുതിയതായിട്ട് ഇറക്കുന്ന മരുന്നുകൾക്ക് ഫാർമ കമ്പനികൾ ഒരു വലിയ വിലയാണ് ഇടുന്നത്. ആ മരുന്നുകൾക്ക് അമേരിക്കയിലാണെങ്കിൽ ആ മരുന്നുകൾ ജനറിക് ആകും. അതിൻ്റെ പാറ്റൻറ്റ് മാറുന്ന സമയത്ത് മറ്റ് കമ്പനികൾ കൂടി അതിൻ്റെ മോളിക്യൂൾ നിർമ്മിക്കാനുള്ള അനുമതി ലഭിക്കും. അപ്പോൾ അതിൻ്റെ വിലയിലൊരു നല്ല ഇടിവ് വരും. രണ്ട് തരം ചികിത്സാ രീതികൾ അമേരിക്കയിലെയും ഇവിടുത്തെയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഒരേ തരം ക്യാൻസറുകൾക്ക് അവിടെ കൊടുക്കുന്ന ചികിത്സ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റാത്തത് ഈ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ്. കാരണം അവിടെ ഒട്ടുമുക്കാലും ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പം ഈ മരുന്നുകൾ എത്ര വില കൂടിയ മരുന്നാണെങ്കിലും അത് താങ്ങാനുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അത് കവർ ചെയ്യുന്നത് കൊണ്ട് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് രോഗികളുടെ കയ്യിൽ നിന്നും വലിയൊരു തുക ചിലവാകുന്നില്ല. അഥവാ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യാത്ത മരുന്നുകളാണെങ്കിൽ ഈ പുതിയ മരുന്നുകൾക്കൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഫാർമ കമ്പനികൾ ഗ്രാൻറ്റുകൾ നൽകാറുണ്ട്. ഒരു ഇൻകം ലെവൽ നേരത്തെയൊക്കെ അവർ ഒരു ചെറിയ ലിമിറ്റാണ് വെച്ചിരുന്നത്. ഇപ്പം ഒരു ഹൈ ലിമിറ്റ്, ഒരു പ്രതിവർഷം $100,000 കുറഞ്ഞ വരുമാനമുള്ളവർക്ക് ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് ഇൻഷുറൻസ് വഴി ലഭിക്കാൻ സാധ്യമല്ലാത്ത മരുന്നുകൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്ന സിസ്റ്റം അവിടെയുണ്ട്. അത് ഫാർമ കമ്പനികൾ കൊടുക്കുന്ന ഗ്രാൻറ്റ് കൊണ്ടാണ്. അവർക്ക് അങ്ങനെയുള്ള ഗ്രാൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. കാരണം ദേ ആർ മേക്കിംഗ് മണി. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇവിടുത്തെ ഫാർമ കമ്പനികളിൽ ഉണ്ടാവണം. അതൊന്ന്. പിന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ കുറച്ചുകൂടെ വ്യാപിപ്പിക്കണം. ഒരു ക്രിസ്റ്റിന പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു ആൾക്ക് ക്യാൻസർ വന്നാൽ ഇപ്പം പലരും അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള ആ അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ പോലും അവരുടെ ജീവൻ നീട്ടാനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. അതിന് ചികിത്സിക്കാൻ മെഡിക്കലായിട്ടുള്ള ഡോക്ടർമാരുമുണ്ട്. പക്ഷേ ഒരു ചികിത്സ എടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ക്യൂർ ആകുന്നില്ല. പക്ഷെ കംപ്ലീറ്റ് ക്യൂർ ആകുന്നില്ലെങ്കിലും അവരുടെ ആയുസ് നീട്ടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരാളുടെ ആയുസ് ഒരു 6 മാസം അല്ലെങ്കിൽ 2 വർഷം നീട്ടി കൊടുക്കാൻ സാധ്യതയുള്ളൊരു മരുന്ന് അതിന് പ്രതിമാസം 1 ലക്ഷം രൂപ ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മരുന്ന് ഒരു ഇടത്തരം കുടുംബത്തിനോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് അത് ഒരുപക്ഷെ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് എടുത്തു, വീട് പണയം വെച്ചു അല്ലെങ്കിൽ വീട് വിറ്റു, അവസാനം ആളും പോയി, പണവും പോയി, പൈസയും പോയി, അപ്പം വീടും പോയി. അപ്പോൾ അതൊരു വലിയ സങ്കടകരമായ അവസ്ഥയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ,
ആഫ്രിക്കയിൽ ഒരു ചെറിയ രാജ്യത്ത് ബോട്സ്വാന എന്ന രാജ്യത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു വൻകുടലിലെ ക്യാൻസറായിട്ട് ഒരു 58-കാരൻ വന്നു. എനിക്ക് അറിയാവുന്ന ഒരു കഥയാണ്. അപ്പം അദ്ദേഹത്തിന് സ്റ്റേജ് 3 ആയിരുന്നു വൻകുടലിലെ ക്യാൻസർ. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരാൾ എൻ്റെ ക്ലിനിക്കിൽ ന്യൂജേഴ്സിയിൽ വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് സർജറി ചെയ്യും, അത് കഴിഞ്ഞ് കീമോതെറാപ്പി ചെയ്യും. അപ്പം അതുകൊണ്ട് അയാൾക്ക് ഒരു ജീവിക്കാനുള്ള സാധ്യത 50% ഉണ്ട്, ഒരു ക്യൂറായിട്ട് ജീവിക്കാനുള്ള ആൾ. പക്ഷേ ആ 58-കാരനായ ഗൃഹനാഥനോട് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, ഇത് ക്യാൻസറാണ്, അഡ്വാൻസ് സ്റ്റേജാണ്, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതേ രോഗിക്ക് ഒരു 75 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സായിട്ടുള്ളവർ പോലും, അല്ലെങ്കിൽ ഈവൻ 90 വയസ്സായിട്ടുള്ളവർ പോലും ആ സ്റ്റേജിൽ ന്യൂജേഴ്സിലോ അല്ലെങ്കിൽ അമേരിക്കയിൽ എവിടെയാണെങ്കിലും ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കില്ല, സർജറി ചെയ്യും, കീമോ ചെയ്യും, അതിന് 50% ചാൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ ചികിത്സ ലഭ്യമാണ്. അതേസമയം ഇവിടെ അങ്ങനെ ഒരാളാണെങ്കിൽ, ഒരു ഇടത്തരം കുടുംബമാണെങ്കിൽ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. അതിലും താഴ്ന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ അവർക്കത് അവരൊരു ഡിലമയിലാവും. വീട് വിറ്റ് ചികിത്സിക്കണോ, ഈ 58-കാരൻ്റെ അല്ലെങ്കിൽ 65-കാരൻ്റെ ജീവിതം നിലനിർത്താൻ 50% ചാൻസ് ഉള്ള ഒരു ചികിത്സാ രീതി കൊടുക്കാൻ വേണ്ടി എന്തുമാത്രം തുക നമ്മൾ ഒരു വീടിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരാളുടെ ഒരു ജീവിതത്തിൻ്റെ വില പല രാജ്യത്തും പലതാണ് അല്ലേ. അതൊരു വലിയൊരു വൈരുദ്ധ്യമാണ്. അതൊരു നമ്മളെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു കാര്യമാണ്. ആഫ്രിക്കയിലുള്ള ഒരു മനുഷ്യൻ്റെയും അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളുടെയും കേരളത്തിലെ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു മനുഷ്യൻ്റെയും എന്നാൽ ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരാളുടെയും ഒക്കെ ജീവൻ നീട്ടുന്ന, അവരുടെ ജീവൻ്റെ വില ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുതൽ ജീവിക്കാൻ വേണ്ടി എന്തു വില കൊടുക്കാൻ ഒരു സമൂഹം തയ്യാറാണ് അല്ലെങ്കിൽ ആരത് താങ്ങും ആ വില എന്നുള്ളതൊരു എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ പുതിയ ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ വരുന്നതനുസരിച്ച് ഈവൻ സ്റ്റേജ് 4 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശ്വാസകോശ ക്യാൻസറിന് വരെയും ഈ ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് 5-6 വർഷങ്ങൾ കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ആ ഇമ്മ്യൂണോതെറാപ്പിയുടെ വില ഒരു ചികിത്സയ്ക്ക്, ഒരു ട്രീറ്റ്മെൻറ്റിന് 1.5 ലക്ഷം രൂപ വരും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പം അവർക്ക് എല്ലാ 3 ആഴ്ച കൂടുമ്പോഴും ഈ 1.5 ലക്ഷം രൂപ മുടക്കി അവരുടെ ആയുസ് നീട്ടിക്കിട്ടാൻ സാധ്യതയുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സമൂഹം എന്ന നിലയിലും ഒരു ഗവൺമെൻറ് എന്ന നിലയിലും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും മറ്റ് ആളുകളും സാമൂഹ്യ സേവനത്തിന് താല്പര്യമുള്ളവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ ഈ ആലോചിക്കായിരുന്നു, ഈ സ്റ്റാൻഡേർഡ് ഓരോ രാജ്യത്തും ആൾക്കാരുടെ ജീവൻ ഓരോ വിലയാണെന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പം ഡോക്ടർ അമേരിക്കയിലായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഒരു ഉൽപ്പന്നം ഡോക്ടർ അവിടെ എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡും മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷമാണ് ഈ സാധനം ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത്, എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റം. ആ ഐറ്റമാണ് ഡോക്ടർ അവിടെ ഉപയോഗിക്കുന്നത്. അതേസമയം ഇവിടെയുള്ള ഡോക്ടറിൻ്റെ സഹോദരൻ അതേ ഉൽപ്പന്നത്തിൻ്റെ തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി അല്ല, കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ് അതേ വിലയ്ക്ക് അതേ ഉൽപ്പന്നമായിരിക്കും ഉപയോഗിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കുമ്പം ഇത്തരത്തിലുള്ള ആ ഒരു വേർതിരിവ് മാറണം എന്നുള്ളത് അത്യാവശ്യമായ കാര്യം, അത്യാവശ്യമായിട്ട്. കാരണം നമുക്ക് നമ്മളുടെ കുടുംബത്തിലെ, നമ്മുടെ വീടിന്, നമ്മുടെ രാജ്യത്തിന് പ്രയോജനപ്പെടാത്ത കാര്യം, നമ്മൾക്ക് പണത്തിന് വേണ്ടി കയറ്റി അയക്കുന്ന മരുന്നുകൾ നമുക്കും അതുപോലെ ലഭ്യമാണ്. കാരണം ഇത് നമുക്ക് ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടല്ല, മരുന്നുകൾ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, നമുക്കതിൻ്റെ ലഭ്യത എല്ലാവർക്കും ഒരുപോലെ ആക്കാൻ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സ. കാരണം ക്യാൻസർ ഈസ് ദ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് അല്ലേ. ഒരു 1 in 6 ഡെത്ത് ഇസ് ഫ്രം ക്യാൻസർ. സോ അങ്ങനെ ഏറ്റവും ഒരു വലിയൊരു ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വരുന്ന, ആഗോള പ്രതിഭാസമായിട്ട് വരുന്ന ഒരു അസുഖത്തിന് ചികിത്സ പലർക്കും പല രീതിയിലാകുന്നത് കൊണ്ട് അത് നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഡോക്ടർ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ നടത്തിയ ഒരു പഠനം അനുസരിച്ചിട്ട് അമേരിക്കയിൽ പോലും ഒരു 30 ദശലക്ഷത്തോളം ആൾക്കാർ, 30 മില്യൺ ആൾക്കാർ ഈ ഇൻഷുറൻസ്, സ്വകാര്യ ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വരുന്നില്ല. അതേപോലെ തന്നെ ഒബാമ കെയർ ഒക്കെ വരുന്നത് വരെ സാധാരണക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ചിലവേറിയതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കേരളത്തിലെ ഒരു ഹെൽത്ത് സെക്ടറും അമേരിക്കയിലെ ഹെൽത്ത് സെക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സാമ്യം ചൂണ്ടിക്കാണിക്കും.
ഇവിടെയും സർക്കാർ മേഖലയിൽ ലഭിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് പലപ്പോഴും നമുക്ക് സ്വകാര്യ മേഖലയിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? നമുക്ക് ചിലപ്പം എല്ലാവർക്കും ഒരു 10,000 രൂപ ശരാശരി വരുമാനമുള്ള ഒരു മലയാളിക്ക് ഒരു വലിയ പ്രീമിയം അടച്ചൊരു ഹെൽത്ത് ഇൻഷുറൻസ് സാധ്യമായെന്ന് വരില്ല. അപ്പോൾ അവിടെ സർക്കാർ മേഖലയിൽ നിന്നുള്ള ഒരു സഹായം ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇൻഷുറൻസിൻ്റെ ഭാഗത്ത് സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ക്യാൻസറിന് വേണ്ടി മാത്രമായിട്ട് ഒരു കറ്റാസ്ട്രോഫിക് ഇൻഷുറൻസ് ഗവൺമെൻറ് സബ്സിഡിയോടെ തുടങ്ങാനുള്ള ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് വളരെ സഹായകമാകും. നമുക്ക് ഒരാൾക്ക് ഹാർട്ടിന് അസുഖം വന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്യണം. അപ്പോൾ അത് ഒരു പ്രാവശ്യം കൊണ്ട് തീർന്നു. ഒരു പ്രാവശ്യം 10-15 ലക്ഷം രൂപ ചിലവാക്കിയാൽ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതൊരു വൺ ടൈം ഡീലാണ്. പക്ഷേ ഒരു അഡ്വാൻസ്ഡ് ക്യാൻസർ വരുന്ന ഒരാൾക്ക് അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഓൺഗോയിങ് ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതാണ് പലർക്കും താങ്ങാൻ പറ്റാതെ വരുന്നത്. അപ്പം അങ്ങനെ കറ്റാസ്ട്രോഫിക് ഡയഗ്നോസിസ്, ക്യാൻസർ പോലെ ഡയഗ്നോസിസ് ഉള്ളവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റൽ പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസും സാമൂഹ്യ സംഘടനകളും ചാരിറ്റബിൾ ഓർഗനൈസേഷൻസും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് വരാം. കാരണം പലർക്കും അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് ക്യാൻസർ വന്നതുകൊണ്ട് ഈ രോഗത്തോടൊരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഒരു ഉള്ള ആളുകൾ കാണും. നമ്മളെ ഒരു ഫിലാന്ത്രോപ്പിക് സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കാണും. അപ്പം അങ്ങനെ ഉള്ളവരൊക്കെ കൂട്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ ഒരു കറ്റാസ്ട്രോഫിക് ഇൻഷുറൻസ് കൊണ്ട് എല്ലാവരെയും അപ്പം ഒരു ക്യാൻസർ ഡയഗ്നോസിസ് വന്നതുകൊണ്ട് മാത്രം ആ ഇൻഷുറൻസിന് അർഹരാണ് എന്ന് വരുത്തുന്ന ഒരു രീതി ഭാവിയിലെങ്കിലും കൊണ്ടുവരാൻ പറ്റിയാൽ നന്നായിരുന്നു. യൂഷ്വലി അവിടുത്തെ ഇൻഷുറൻസിന് മുൻപൊക്കെ ഒബാമ കെയർ വരുന്നതിന് മുമ്പുള്ള ഒരു ഡൗൺഫോൾ എന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് കവർ ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം ഒരു ക്യാൻസർ ഡയഗ്നോസിസ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് വാസ് എ നെഗറ്റീവ് പോയിന്റ്. ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അതിന് പകരം തിരിച്ച് ഇങ്ങനെ ക്യാൻസർ ഡയഗ്നോസ് ഉള്ള ഒരാളിന് ഈ ഇൻഷുറൻസ് കൊണ്ട് അവരുടെ ചികിത്സ ഏറ്റെടുക്കാൻ കുറേയെങ്കിലും സഹായിക്കുന്ന പദ്ധതികൾ മുൻപോട്ട് കൊണ്ടുവരാൻ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. കാരണം ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട്. അപ്പം ഗവൺമെൻറ് അതിനൊരു മുൻകൈ എടുത്ത് ഹോസ്പിറ്റലുകളും ഫാർമ കമ്പനികളുമായിട്ട് യോജിച്ച് അങ്ങനെയുള്ള പ്രോഗ്രാംസ് വല്ലതും കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം അത് അത്യന്താപേക്ഷിതമാണ്. കാരണം നമുക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യം ചികിത്സ അവൈലബിൾ ആണ്, ചികിത്സ കൊടുത്താൽ ഇദ്ദേഹം ജീവിക്കുമെന്നറിയാം, പക്ഷേ അവർക്കതിനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെ.